ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ കുറേ ദിവസമായി വിചാരിക്കുകയാണ്, ഞാൻ വീട്ടിൽ വരികയാണെങ്കിൽ എന്തായാലും അമ്മയുടെ ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അമ്മ ഇന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ വ്ളോഗ് കിട്ടേ പറ്റൂ. ഇതാണ് എൻ്റെ അമ്മ. അമ്മ മലയാളിയല്ല കേട്ടോ, അമ്മ നല്ല അസൽ കർണാടകക്കാരിയാണ്. പക്ഷേ അമ്മയ്ക്ക് മലയാളം നന്നായി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. സ്ലാങ്ങിന് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നും, പക്ഷെ ആൾക്ക് നന്നായിട്ട് മലയാളമൊക്കെ അറിയാം. അപ്പോൾ ആളുടെ ഹെയർ ഓയിൽ വീഡിയോ ആണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. കുറേ പേര് എൻ്റെ പഴയ വീഡിയോസിൻ്റെ താഴെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ഓയിൽ വീഡിയോ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അമ്മ ആദ്യം തൊട്ടേ അറിഞ്ഞ് ചെയ്തതല്ല. അമ്മ ഇങ്ങനെ ചെറുതായി ചെയ്ത് പഠിച്ച് ഇപ്പം നല്ലൊരു ഫോർമുലേഷനിൽ അമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണത്, അല്ലേ അമ്മ? അത് തന്നെ, തീർച്ചയായും. അപ്പം നമുക്ക് നേരെ ഹെയർ ഓയിൽ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വേറെ ഒന്നുമല്ല, ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ എണ്ണയിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അമ്മോട് തന്നെ ചോദിക്കാം. ആദ്യം എന്തൊക്കെയാണ് ഇടുന്നത്? ആദ്യം ഇവിടെ ഇത് ഈ കറി ലീവ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ആംല, പിന്നെ ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഷൂ ഫ്ലവർ, പിന്നെ ഇത് കരിജീരകം, ഇത് മുക്കുറ്റി, പിന്നെ തുമ്പ മൈഗ്രെയിനിന് വളരെ നല്ലതാണ്, അത് കൊണ്ടിട്ട് എടുക്കണം. പിന്നെ അലോവേര ഉണ്ട് കുറച്ച്, ഇത്ര, പിന്നെ ഉലുവ ഉണ്ട് കുറച്ച് നനച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഇടും. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ അരയ്ക്കണം അല്ലേ? ഇതൊക്കെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, കഴിഞ്ഞു അല്ലേ? ഇത് ഷൂ ഫ്ലവറും പിന്നെ കരിജീരകം, ഉലുവ, ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു. കരിജീരകം, അലോവേര ഇതൊക്കെ. ഇപ്പം ഞാൻ ഓണിയന് ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ പേസ്റ്റ് ആക്കാമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എല്ലാതും കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പേസ്റ്റ് ചെയ്തു. അങ്ങനെ ഫൈൻ പേസ്റ്റ് ഒന്നും വേണ്ട, ആവശ്യമില്ല. ഒരു സാധാ ഒരു ഇതാക്കിയാൽ മതി. അത് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതാക്കണം, തിളപ്പിക്കണം അല്ലേ? നമുക്കിത് ഗ്യാസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഈ വർക്ക് ഏരിയയിൽ ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ എണ്ണയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയ്ക്കൊപ്പം നമ്മൾ ഇതിലോട്ട് കുറച്ച് എള്ളെണ്ണ കൂടി ഇടുന്നുണ്ട്. അതും പിന്നെ പേസ്റ്റും, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ പേസ്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അളക്കണം. അമ്മ പറഞ്ഞ പോലെ അതിൻ്റെ കൺസിസ്റ്റൻസിയും പിന്നെ കളർ ചേഞ്ച് ആകുമ്പോഴാണ് നമ്മളിനി അതിനെ എടുത്ത് വെക്കുക. ഓയിൽ 2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ ഓയിൽ അല്ലേ? അപ്പൊ നമ്മുടെ എണ്ണ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാതി വഴിയിലാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? അത് എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്തു. അത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അതിങ്ങനെ എണ്ണ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്കിത് നിർത്തേണ്ടത് മനസ്സിലാവുക? ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഒരു എണ്ണയുടെ ഒരു കളറൊന്നും ചേഞ്ച് ആയി വരും, ഗ്രീനിഷിലേക്ക് വരും. അപ്പൊ നമുക്ക് അത് മനസ്സിലാവും. അത് ചെയ്യുമ്പോൾ ആൾക്ക് മനസ്സിലാവുമല്ലോ, അതുപോലെ മനസ്സിലാവും. കുറച്ച് ടെക്സ്ചർ ഒന്ന് മാറും, പിന്നെ അതൊരു ഗ്രീനിഷ് കളറായി വരുമ്പോൾ അത് നിർത്തുക. കാരണം ഇത് ഓവറായിട്ട് തിളച്ചാലും അതത്ര സുഖകരമായിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്കിനി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം അല്ലേ? ലാസ്റ്റ് ഓക്കെ.
കളർ ഉണ്ട് അല്ലേ? അല്ല, ഇതിപ്പോ ഇത് ഊട്ടി കഴിഞ്ഞാൽ ഒരു Green green ആവും. ആയിട്ട് ആ, കാണും. ഓക്കേ, കേട്ടാ? ഓക്കേ, ഇതായണ്ട് ഇനിയിപ്പോ ഈ ചൂടിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചിട്ടോ ഇവിടെ ഇടും. അപ്പൊ ആ ചൂടിനത് ഒന്നും കൂടി ഇതാവും, എന്താ പറയാ. ഇങ്ങനെയാണ് നമ്മളിത് ഫിൽട്ടർ ചെയ്യുന്നത്. കുറച്ച് കുറച്ചായിട്ടൊരു ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി സേഫറായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം എണ്ണ നല്ല ചൂടുണ്ടാവും. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ദാ ഈ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. എല്ലാ എക്സസ് ക്വാണ്ടിറ്റീസും നമ്മൾ പ്ലേറ്റിൽ കാണുന്നുണ്ട്. എണ്ണ മൊത്തം നമ്മുടെ പാത്രത്തിലുണ്ട്. ഈ എണ്ണയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെയും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ദാ ഈ അമ്മ ഉണ്ടാക്കുന്ന എണ്ണയാണ്. വീട്ടിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് എണ്ണ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.